വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലായിടവും ഓണത്തിന്റെ തിരക്കുകളാണ്. അതിനിടയിലും മലയാള സിനിമ രണ്ട് മികച്ച സമ്മാനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് ലോകയും, മറ്റേത് ഹൃദയപൂർവ്വവും. ഹൃദയപൂർവ്വം കണ്ടു, ലളിതം, മനോഹരം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം ഹ്യൂമർ ആഡ് ചെയ്തിട്ടുള്ള, ഫാമിലി ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ആരും ഒരു അടിപൊളി ഫൈറ്റ് സീനോ ഒരു ട്വിസ്റ്റോ സീരിയസ് സ്റ്റോറിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. സിമ്പിൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. എന്നും എപ്പോഴും സിനിമയ്ക്ക് ശേഷം ലാലേട്ടനും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാട് സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു സീനോ ഒരു പാട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ ഒന്നുകൂടി കാണാനായിട്ട് നമുക്ക് തോന്നും. ലൈക്ക് നാടോടിക്കാറ്റ്, മനസ്സിനക്കരെ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള സിനിമകൾ. അതുപോലെ മെയിൻ ക്യാരക്ടേഴ്സ് ലാലേട്ടൻ, സംഗീത് പ്രതാപ്, മാളവിക ഇവരൊക്കെയാണ്. അതോടൊപ്പം തന്നെ സിദ്ദീഖ്, ലാലു അലക്സ്, ജനാർദ്ദനൻ, ബാബുരാജ്, പിന്നെ സംഗീത, ചിന്താവിഷ്ടയായ ശ്യാമളയിലെ സംഗീത. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് കാണാത്തവരുണ്ടാവില്ലല്ലോ. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്രിഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പല ക്യാരക്ടേഴ്സും എസ്പെഷ്യലി സംഗീത് പ്രതാപൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവര് ട്രൈ ചെയ്യുന്നുണ്ട് അത് ബാലൻസ് ആവാനായിട്ട്. സോ അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ലാലേട്ടന്റെ ഹോട്ടലിലെ ഒരു ബോയ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം കോമഡിയൊക്കെ പുള്ളിക്കാരന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതിനകത്ത് 3 ക്യാമിയോ ഉണ്ട്. അതിൽ ഒരെണ്ണം നമുക്കറിയാവുന്ന എല്ലാ ലാലേട്ടൻ മൂവീസിലും കാണാൻ കഴിയുന്ന ഒരാളാണ്. ബാക്കി 2 ക്യാമിയോയിൽ ഒരെണ്ണം പേഴ്സണലി എനിക്ക് കുറച്ച് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്ത്. അത് എന്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായമാണ്. പക്ഷെ എന്നാൽ പോലും സിനിമ വളരെ അടിപൊളി മനോഹരമായിട്ട് എടുത്ത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടവര് കമന്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അല്ലാത്തവര് രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നുകൂടി ഓണാശംസകൾ എല്ലാവർക്കും.